ഹായ് എവരിവൺ, വെൽക്കം ടു സമഗ്ര അക്കാദമി. ഇപ്പൊ നമ്മൾ HSA ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് SCRT NCERT ടോപ്പിക് പെൻഡിങ് ഉണ്ട്. എന്നാലും സിലബസ് വൈസ് ഉള്ള ക്ലാസ് നമ്മൾ മൊഡ്യൂൾ 1 തീർത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇപ്പൊ ഇന്നുള്ളത്. അതിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുതൽക്ക് അതിന്റെ പെക്യുലാരിറ്റീസ്, പിന്നെ ഗോസ് ലോ, അങ്ങനെ കുറച്ച് ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സോടുകൂടി ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള സിലബസ് വൈസ് ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ള ടോപ്പിക്കിൽ സിലബസ് വൈസ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക് കവർ ചെയ്യും. പിന്നെ അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്താ വേണ്ടത് വെച്ചാൽ NCERT പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ്, വൈദ്യുത മണ്ഡല രേഖകൾ എന്താണെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു മേഖലയെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ആ ഇലക്ട്രിക് ഫീൽഡിനെ, ആ ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ നോക്കാം. ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായ ഒരു പോസിറ്റീവ് ചാർജ് സഞ്ചരിച്ചേക്കാവുന്ന പാതയെ വൈദ്യുത മണ്ഡല രേഖകൾ എന്ന് പറയുന്നു. ബലരേഖകളുടെ എണ്ണം ഉപയോഗിച്ച് വൈദ്യുത മണ്ഡലത്തിന്റെ തീവ്രത സൂചിപ്പിക്കാം. അതായത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന് ചുറ്റും എന്തുണ്ടായിരിക്കും, അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും, ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഇപ്പൊ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് എന്ന രീതിയിൽ വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ വൈദ്യുത മണ്ഡല രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പറയാറില്ലേ, അതായത് ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ആ മാഗ്നറ്റിന്റെ ഒരു എഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു മേഖല ഉണ്ട് അല്ലെ. അതായത് ഒരു ഡിസ്റ്റൻസിൽ കൂടുതൽ നമ്മൾ ഒരു അയൺ റോഡോ എന്തെങ്കിലും ഈ മാഗ്നറ്റിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യപ്പെടില്ല. പക്ഷെ അതിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഒരു പ്രത്യേക ഡിസ്റ്റൻസിന് ശേഷം ഇത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു മേഖലയാണ് നമ്മൾ അതിന്റെ കാന്തിക മണ്ഡലം എന്നൊക്കെ പറയാറ്. അതുപോലെ തന്നെ ചാർജിനും ഉണ്ട്, അതായത് ഇലക്ട്രിക് ചാർജിനും ഉണ്ട് അങ്ങനെ ഒരു അതിന്റെ ഒരു എഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു മേഖല, അതിലൊരു മണ്ഡലം എന്ന് നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയും. അപ്പൊ ആ ഒരു മണ്ഡലത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന വരകളാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ലൈൻസിന്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവയുടെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നോക്കാം. ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. PSCക്ക് തന്നെ ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 പ്രോപ്പർട്ടീസും നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കും. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മണ്ഡല രേഖകൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിക്കുകയും നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, പോസിറ്റീവ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ അത് ക്ലിയർ ആണ് അല്ലെ. പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഒരു ഒറ്റപ്പെട്ട ചാർജ് ആണെങ്കിൽ അവ ആരംഭിക്കുന്നതോ അവസാനിക്കുന്നതോ അനന്തതയിലായിരിക്കും. നമ്മളൊരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പറഞ്ഞപ്പോഴാണ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലേക്ക് എന്ന രീതിയിൽ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തത്. ഇനി ഒരൊറ്റ ചാർജ് ഉള്ളൂ എന്നുണ്ടെങ്കിലോ, ഒരൊറ്റ ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അവ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അനന്തതയിലായിരിക്കും എന്നുള്ളൊരു അസംഷനിലാണ്. അതായത് ആ ഫീൽഡ് ലൈൻസ് എവിടുന്ന് വരുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് സാരം. ഇനി അടുത്തത്, ചാർജ് മുക്തമായ മേഖലയിൽ മണ്ഡല രേഖകൾ തുടർച്ചയായ വക്രരേഖകളായിരിക്കും. ചാർജിൽ മുക്തമായിട്ടുള്ള മേഖലയിൽ, ചാർജില്ലാത്ത മേഖലയില് മണ്ഡല രേഖകൾ എങ്ങനെയായിരിക്കും, തുടർച്ചയായ വക്രരേഖകളായിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, മണ്ഡല രേഖകൾ പരസ്പരം ഖണ്ഡിച്ച് കടന്നു പോകുന്നില്ല. അതായത് ഈ ഒരു ലൈന് മറ്റൊരു ലൈനിനെ ക്രോസ് ചെയ്തിട്ട് കടന്നു പോവില്ല. ഇതെല്ലാം പാരലൽ ആയിട്ട് മാത്രമേ കടന്നുപോകുള്ളൂ, ഒന്ന് മറ്റൊന്നും തന്നെ കൂട്ടിമുട്ടില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ ആ ബിന്ദുവിൽ വൈദ്യുത മണ്ഡലത്തിന്റെ 2 സ്പർശരേഖകൾ 2 ദിശകളെ സൂചിപ്പിക്കുന്നു. ഇത് സാധ്യമല്ല. അതായത് ഇങ്ങനെ മാത്രമേ കടന്നു പോവുള്ളൂ, രണ്ടും പരസ്പരം തൊട്ടില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഈ ഫീൽഡ് ലൈനിന് 2 ഡയറക്ഷൻ വരും, ഇങ്ങനെ ഇങ്ങനെ. അത് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല.
ഒരു ഫീൽഡ് ലൈനിന് അല്ലെങ്കിൽ ഒരു ചാർജിന് രണ്ട് ഡയറക്ഷനിൽ ഫീൽഡ് ലൈൻ വരിക എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തല്ല, പരസ്പരം ഖണ്ഡിച്ചു പോകുന്നതല്ല നമ്മുടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, വൈദ്യുത മണ്ഡല രേഖകൾ ഒരിക്കലും അടഞ്ഞ വലയങ്ങൾ ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കില്ല. അതായത് ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് ചാർജിലേക്ക് തന്നെ അവസാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് അത് ഒരിക്കലും ഫോം ചെയ്യില്ല. പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. അല്ലാതെ ഇവ തമ്മിൽ പരസ്പരം ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ കൂട്ടിമുട്ടുകയോ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് മാറുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ചാർജ് മുക്തമായ മേഖലയിൽ മണ്ഡലരേഖകൾ തുടർച്ചയായ വക്രരേഖകളായിരിക്കും, ഇത് കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പരസ്പരം ഖണ്ഡിച്ചു പോകുന്നില്ല, പിന്നെ അടഞ്ഞ വലയങ്ങളായിരിക്കില്ല. അപ്പൊ ഈ 4 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പറയാനുള്ളത് വൈദ്യുത ഫ്ലക്സ് എന്താണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൈദ്യുത മണ്ഡലത്തിലെ ഒരു പ്രതലത്തിന് ലംബമായി കടന്നു പോകുന്ന മണ്ഡലരേഖകളുടെ എണ്ണമാണ് വൈദ്യുത ഫ്ലക്സ്. ഫ്ലക്സിനെ, അതായത് ഫൈ എന്നാണ് നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക, എന്ന അടയാളത്തിലൂടെ സൂചിപ്പിക്കുന്നു. ഈ വൈദ്യുത മണ്ഡല തീവ്രതയുടെ ചാർജിന് ചുറ്റും ഡി എസ് എന്ന ചെറിയ പരപ്പളവിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിനെ നമ്മൾ ഡി ഫൈ ഈക്വൽ ടു ഇ കോസ് തീറ്റ ഡി എസ്, അതിനെ ഇ ഡോട്ട് ഡി എസ് എന്ന് സൂചിപ്പിക്കും. അതായത് പറഞ്ഞുതരാം. ഒരു ഏരിയ, അതിപ്പോ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ. അപ്പൊ ആ ഏരിയയില് ഏരിയ വെക്ടറിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഡി എസ് എന്നുള്ളതാണ് നമ്മൾ ഏരിയ വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. അതായത് ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ ടു ഏരിയ, അതാണ് ഏരിയ വെക്ടർ. ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരിക, ഏരിയ വെക്ടർ വരിക. ഇനി ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാരലൽ ആയിട്ട് കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയയിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കും. എങ്കിൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഈ ഏരിയ വെക്ടറും തമ്മിൽ ഒരു തീറ്റ ആംഗിൾ ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമുക്ക് രണ്ടും ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരേ ഡയറക്ഷനിലല്ല കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തീറ്റ കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ആംഗിൾ, ഏത് ആംഗിളിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഏരിയ വെക്ടറും കിടക്കുന്നത് എന്നുള്ള ആ ഒരു ആംഗിളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഈ ആംഗിളും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ളത് മാത്രം ഒന്ന് നോക്കി നോക്കൂ. ഇത് ഏരിയ വെക്ടർ ഡി എസ് അല്ലെ. ഇനി ഈ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അതൊരു ആംഗിളിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഏരിയ വെക്ടറിൽ എലോങ് ദി ഏരിയ വെക്ടർ അല്ലെങ്കിൽ ഏരിയ വെക്ടറിലൂടെ കിടക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അളവ് കിട്ടണം. അതായത് ഈ ഒരു ഏരിയ വെക്ടറിൽ കിടക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ കമ്പോണന്റ് കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അസ്യൂം ചെയ്യാം. അപ്പൊ ഇത് ഒരു എക്സ് എന്നുള്ളൊരു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എന്ത് വരും, കോസ് തീറ്റ എന്ത് വരും, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് ഡി എസ് ഡിവൈഡഡ് ബൈ ഇ അല്ലെ. ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് റെക്ടാംഗിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡി എസ് വരും, ഇത് ഇ വരും, പിന്നെ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് ഡി എസ് ഡിവൈഡ് ബൈ ഇ വരും. ഇതിന്ന് ഡി എസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ഇ കോസ് തീറ്റ. അതായത് ഡി എസിലുള്ള ഏരിയ വെക്ടറിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ ആയിരിക്കും. ഈ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഡി എസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും കിട്ടി, ഏരിയ വെക്ടറും കിട്ടി. അങ്ങനെ രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലക്സ് എന്താന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ കോസ് തീറ്റ ഡി എസ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഡി എസ് ഏരിയ വെക്ടറിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്. ഇത് ആ ഏരിയ വെക്ടർ. ഇതാണ് എന്ത്, നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ തീവ്രത, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈദ്യുത ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. വൈദ്യുത മണ്ഡലത്തിലെ ഒരു പ്രതലത്തിന് ലംബമായി കടന്നു പോകുന്ന മണ്ഡലരേഖകളുടെ എണ്ണം, ഒരു ചെറിയൊരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, അതാണ് വൈദ്യുത ഫ്ലക്സ്. അതിന് നമ്മൾ ഫൈ എന്ന ഒരു
ലെറ്റർ വെച്ചിട്ട് എന്ന അടയാളത്തിലൂടെയാണ് അതിനെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എസ് എന്ന ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അത് ഈ കോസ് തീറ്റ ആയിട്ട് എടുക്കണം. ഈ എടുക്കരുത്, ഈ ഇതിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഈ ഏരിയ വെക്ടറിലൂടെ കടന്നു പോകുന്ന എന്നുള്ള രീതിയിൽ ആ ഏരിയ വെക്ടറിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എന്താ വരുന്നത് വെച്ചാൽ അത് വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഈ കോസ് തീറ്റ ഇൻറ്റു ഡി എസ് എടുത്തത്. ഇനി ഈ കോസ് തീറ്റ കമ്പോണന്റ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാ വിളിക്കും. അതായത് ഇപ്പൊ ഈ കോസ് തീറ്റ ഡി എസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇ ഡോട്ട് ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ ഇ ഡോട്ട് ഡി എസ് എന്നുള്ളതിന്റെ അർത്ഥം ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു പിന്നെ ഇവ തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ വാല്യൂ എടുക്കുക. ഇനി എഫ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എഫ് ഡോട്ട് എസ് ആണ്. അതായത് എഫ് ഇൻറ്റു എസ് ഇൻറ്റു അവ തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ വാല്യൂ. അപ്പോൾ ഒരു രണ്ട് വെക്ടറും അത് തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ വാല്യൂ എടുക്കുന്നതിന് നമുക്ക് എഫ് ഡോട്ട് എസ് എന്ന് സിംപ്ലി അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഡോട്ട് പ്രൊഡക്റ്റിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും, ഇത് വെക്ടർ അല്ല അവയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ, ഇയും ഡി എസും. അപ്പൊ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ വാല്യൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ ഫ്ലക്സ് മനസ്സിലായി വിചാരിക്കുന്നു. ഫ്ലക്സ് സിമ്പിൾ ആയിട്ട് ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ന് മനസ്സിലാക്കി വെക്കുക. അത് കാണാനുള്ള എക്സ്പ്രഷൻ ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആണ്, അല്ലെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ആംഗിൾ, ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ഏരിയയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ. അതിന് നമ്മൾ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി എന്താണ് ഇലക്ട്രിക് ഡൈപോൾ അല്ലെങ്കിൽ വൈദ്യുത ഡൈപോൾ എന്ന് പറയുന്നത്? തുല്യവും വിപരീതവുമായ രണ്ട് ചാർജുകൾ ഒരു ചെറിയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ വൈദ്യുത ഡൈപോൾ അല്ലെങ്കിൽ ദ്വിധ്രുവം എന്ന് പറയും. തുല്യവും വിപരീതവും. ഇപ്പൊ തുല്യമാണെന്നുണ്ടെങ്കിൽ ക്യൂ ക്യൂ രണ്ട് തുല്യമായിട്ടുള്ള ചാർജ്, എന്നാൽ വിപരീതമാവണം. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ചാർജ് ആയിട്ട് എടുക്കുക, ഒന്ന് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കുക. അങ്ങനെയുള്ള രണ്ട് ചാർജുകൾ ഒരു ചെറിയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ ഒരു ആ ഡിസ്റ്റൻസ് നമ്മൾ 2a എന്ന് റെപ്രസെന്റ് ചെയ്തു. അതായത് ഇതാണ് അതിന്റെ മിഡ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അല്ല, ഡിസ്റ്റൻസ് എ. ഇത് ഇവിടെ പ്ലസ് ക്യൂ ചാർജ്, ഇവിടെ മൈനസ് ക്യൂ ചാർജ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 2a. അങ്ങനെയാണ് നമ്മൾ 2a നടത്തുന്നത്. മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം തുല്യമാണ്. അതുകൊണ്ട് എ എ അങ്ങനെ 2a എന്ന് വന്നു. അപ്പൊ ഈ ഒരു പെയറിനെ, അതായത് ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജിന്റെ ഈ ഒരു പെയറിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ദ്വിധ്രുവം എന്ന് പറയും. അതായത് രണ്ട് ധ്രുവം, ഒരു പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഉള്ള പോലെ അതുപോലെ ഉണ്ടാവും. അതാണ് ഡൈപോൾ രണ്ട് പോള്. ഡൈപോളിലെ ഏതെങ്കിലും ഒരു ചാർജും ഡൈപോളിനിടയിലെ അകലവും തമ്മിലുള്ള ഗുണിതമാണ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്വിധ്രുവ ആഘൂർണം, ഡൈപോൾ മൊമെന്റ് എന്ന് തന്നെ ചോദിക്കാറ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി എന്ന് പറയുന്നത് Q2a ആണ്. അതായത് അവ തമ്മിലുള്ള രണ്ട് ചാർജും തുല്യമാണ്. അപ്പൊ അതിൽ ഒരു ചാർജും അവ തമ്മിലുള്ള ഡിസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡൈപോൾ മൊമെന്റ് കിട്ടുക. അത് പി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുക. ഇതൊരു സദിശ അളവാണ്. ഇതിന്റെ ദിശ മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ദിശ എന്ന് പറയുന്നത് മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലായിരിക്കും. യൂണിറ്റ് കൂളം മീറ്റർ, കാരണം ഇത് ചാർജ് ആണ്. കൂളം 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അപ്പൊ മീറ്റർ. അങ്ങനെ കൂളം മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. കൂളം മീറ്റർ ആണ് യൂണിറ്റ്. പിന്നെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ, അങ്ങനെ തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു ചാർജ് ഒരു ഇത്തിരി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ. രണ്ട് പോള് എന്നുള്ള അർത്ഥത്തിൽ ഡൈപോൾ എന്ന് പറയും. ഇനി അതിലൊരു ചാർജിന്റെയും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും ഗുണിതഫലം, അതായത് 2qa എന്ന് വരും. ഈ ഗുണിതഫലത്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ സദിശ അളവാണ്. എന്താ നോക്കാനുള്ളത് നോക്കാം. ഇനിയാണ് ഗോസ് നിയമം എന്താണെന്നുള്ളത് നോക്കാനുള്ളത്.
ഗോസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഗോസ് ലോ. അതെന്താ നോക്കാം. ഒരു അടഞ്ഞ പ്രതലത്തിലൂടെയുള്ള ആകെ വൈദ്യുത ഫ്ലക്സ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അതിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് അല്ലെ, അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രതലം ഉൾക്കൊള്ളുന്ന ആകെ ചാർജിന്റെ, അപ്പൊ ഇതിനുള്ളിൽ ഒരു ചാർജ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നത്. അങ്ങനെ ആ ആകെ ചാർജിന്റെ 1/ε0 മടങ്ങായിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ചാർജിന്റെ /ε0 എടുത്തതിന് തുല്യമായിരിക്കും അവിടെയുള്ള ആകെ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ചാർജ് /ε0 ആയിരിക്കും ഫ്ലക്സ്. ഇതാണ് ഗോസ് ലോ പറയുന്നത്. ഗോസ് ലോ പറയുന്നത് എന്താണ്? ഫ്ലക്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, EdS cos തീറ്റ അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പിന്നെ ഏരിയ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവ തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ വാല്യൂ എടുക്കുക. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ E.ds എന്നും റെപ്രസെന്റ് ചെയ്യും. ആ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ് തീറ്റ എടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പോ ആകെ ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജ് /ε0 ആണ് എന്നാണ് ഗോസ് ലോ പറയുന്നത്. ഇനി പൈ എന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞു, E.ds ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ E.ds ഈക്വൽ ടു Q/ε0 എന്ന് എഴുതാം. ഈ ds എന്ന് പറയുന്നത് ചെറിയ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ S എന്ന് എടുക്കാറ് അല്ലെ. ഒരു ചെറിയ ഏരിയനെ മാത്രം നമുക്ക് ds എന്ന് എടുക്കാം. ഇപ്പൊ ടോട്ടൽ ലെങ്ത് x എന്ന് എടുക്കുക വെച്ചാൽ ചെറിയൊരു ലെങ്ത് നമ്മൾ dx എന്ന് എടുക്കാറില്ലേ. അതേപോലെ ചെറിയൊരു ഏരിയനെ ds എന്ന് എടുക്കാം. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ E.ds എന്നുള്ളതും എങ്ങനെ റെപ്രസെന്റ്, ഫൈനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? E.ds എന്ന് പറഞ്ഞു റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അത് എന്താണ്? Q/ε0 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ E.ds എന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q/r². നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q/r² ആണ്. ഇൻറ്റു ds അതുപോലെ എഴുതും. ഇനി ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതും ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇത് നമ്മൾ എടുക്കുന്ന ചാർജ് ആണ്, അത് ഇതെന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതൊക്കെ നമ്മൾ എടുക്കുന്ന കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇന്റഗ്രേഷന് പുറത്തെടുക്കാം. പിന്നെ നമുക്ക് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ? ഈ ഏരിയ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഇന്റഗ്രൽ E.ds നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1/4πε0 Q/r² ഇന്റഗ്രൽ ds. ഇതൊരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് അല്ലെ. 4πr² ആണ്. അപ്പൊ എന്ത് വരും? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം ഇന്റഗ്രൽ E.ds അല്ലെങ്കിൽ നമ്മുടെ പൈ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1/4πε0 Q/r². ഇന്റഗ്രൽ ds എന്തായിട്ട് മാറും? 4πr² ആയിട്ട് മാറും. കാരണം ചെറിയൊരു ഏരിയ ആണ് നമ്മൾ ആദ്യം എടുത്തത്. ചെറിയൊരു ഏരിയ ആണ് ds നമ്മൾ ആദ്യം എടുത്തത്. ഇപ്പൊ നമ്മൾ ടോട്ടൽ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യാം. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr², അതാണ് സർഫസ് ഏരിയ അല്ലെ. അപ്പൊ ഇത് ഇൻറ്റു 4πr² വരും. കോമൺ ആയിട്ടുള്ളൊക്കെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ E.ds ഈക്വൽ ടു എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4π ക്യാൻസൽ ചെയ്ത് പോകും, r² ക്യാൻസൽ ചെയ്ത് പോകും, Q/ε0. പ്ലസ് സ്ഫിയർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആണല്ലോ. അപ്പൊ അതിലുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Q/ε0 ആയിരിക്കും. ഇതാണ് എന്ത്? നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഗോസ് ലോന്റെ 2-3 ആപ്ലിക്കേഷനും കൂടി നോക്കാനുള്ളൂ. അതോടുകൂടി ക്ലാസ് തീരും. അപ്പം ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഗോസ് നിയമത്തിന്റെ പ്രായോഗികതകൾ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ. നീളമുള്ള ഒരു ചാലകം മൂലമുള്ള മണ്ഡലം, ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. അപ്പോ ഒരു നീളമുള്ള വയർ കാരണമുള്ള
ഗോസ്ലോ അല്ലെങ്കിൽ നീളമുള്ള ഒരു ചാലകം, നീളമുള്ള മണ്ഡലം, അതായത് ഒരു നീളമുള്ള കണ്ടക്ടർ, ആ കണ്ടക്ടർ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു നീളമുള്ള വയറ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നേരത്തെ പോലെ തന്നെ ഗോസ്ലോ അപ്ലൈ ചെയ്യണം. ഗോസ്ലോ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോസ്ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അടഞ്ഞ പ്രതലം കണ്ടോ? അപ്പൊ നമ്മള് അടഞ്ഞ അടഞ്ഞ പ്രതലമായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ലോങ് കണ്ടക്ടറിന് ചുറ്റും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ കൺസിഡർ ചെയ്യണം. എന്താണ്? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ കൺസിഡർ ചെയ്യണം. അപ്പൊ സിലിണ്ടർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആയി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മാത്രമേ നമുക്ക് ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ ഇന്റഗ്രൽ ഡി എസ് വരും. ഈ സിലിണ്ടറിന്റെ കേസിൽ ഇന്റഗ്രൽ ഡി എസ് എന്തായിരിക്കും? അതായത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇ ഇൻറ്റു 2πRL ആണ് അല്ലെ. 2πRL ഇതാണ് അതിന്റെ ആറ്. ടോട്ടൽ ലെങ്ത് എൽ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 2πRL ആണ്. അപ്പോൾ ഇ ഇൻറ്റു 2πRL ഈക്വൽ ടു എന്തായിരിക്കും? Q/ε0. അതാണല്ലോ ഗോസ്ലോ. ഗോസ്ലോ പറയുന്നത് എന്താണ്? ഫൈ ഈക്വൽ ടു Q/ε0 എന്നാണ്. ആ ക്ലോസ്ഡ് സർഫസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ലോസ്ഡ് സിലിണ്ടർ അതിന് ചുറ്റും അസ്യൂം ചെയ്തത്. ഈ എന്ത് വരും? Q/2πRL/ε0. Q/2πRL/ε0. ഇനി നമ്മള് എന്ത് ചെയ്യാണ്? ഈ Q/2πRL/ε0 വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ആ ക്യൂവിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്യൂവിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പൊ ക്യൂവിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ളത് ഒരു ലോങ് ചാർജ്ഡ് വയറാണ്. അപ്പൊ അതിന് ചുറ്റും ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് അസ്യൂം ചെയ്തത്. ഒരു ക്ലോസ്ഡ് സർഫസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഗോസ്ലോ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് കിട്ടി? ഇ ഈക്വൽ ടു Q/2πRL/ε0 എന്ന് കിട്ടി. ഇനി ഈ ഒരു ലോങ് കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ക്യൂ എന്ന് പറയുന്നത് ലാംഡ എൽ ആയിരിക്കും. അതായത് ലാംഡ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജിന്റെ സാന്ദ്രത ആണ്. ചാർജിന്റെ സാന്ദ്രതയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് ആ ലോങ് വയർ അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയ ടോട്ടൽ ലെങ്ത് എൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള ചാർജ് ലാംഡ ആയിരിക്കും. ഈ ഒരു ഏരിയയിലുള്ള യൂണിറ്റ് ചാർജ്, ഓരോ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ലാംഡ ആയിരിക്കും. ഓരോ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ലാംഡ ആയിരിക്കും. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ ഇൻറ്റു എൽ ആയിരിക്കും ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ക്യൂവിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലാംഡ എൽ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഒന്നും കൂടെ പറയാം. നമ്മുടെ ഇന്റഗ്രൽ ഡി എസ്, അതായത് ഡി എസ് എന്ന് പറയുന്നത് 2πRL ആണ് ടോട്ടൽ സർഫസ് ഏരിയ, അത് നമ്മൾ എടുത്തു. ഇനി ക്യൂവിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ രേഖീയ ചാർജ് സാന്ദ്രതയാണ്. അതായത് ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് അതായത് Q/L യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ആണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ലാംഡ എൽ ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ലൈൻ ഇല്ലേ, ആ ലൈന് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് നമ്മൾ ലാംഡ എന്ന് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇൻറ്റു ലെങ്ത് എടുക്കണം. അതാണ് ടോട്ടൽ ചാർജ് ക്യൂ. അപ്പൊ ക്യൂവിന് നമുക്ക് ലാംഡയിൽ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ഈക്വൽ ടു Q/2πRL/ε0. ഇതിൽ ക്യൂ എന്നുള്ളതിന് പകരം ലാംഡ എൽ കൊടുക്കുകയാണ്.
ഇ ഈക്വൽ ടു ലാംഡ എൽ ഡിവൈഡഡ് ബൈ 2 പൈ ആർ എൽ എപ്സിലോൺ 0. എൽ കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോ ഒരു ലോങ് ചാർജ്ഡ് വയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0 ആയിരിക്കും. എന്താണ് ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0 എന്ന് പറയുന്നത്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ. അപ്പോ നമുക്ക് ഗോസ് ലോ വെച്ചിട്ട് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഒരു ലോങ് ചാർജ്ഡ് വയറിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മളൊരു ഗോസ് സർഫസ് എന്ന് പറയും. ഗോസ് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ്. അപ്പൊ ഈ ഒരു ലോങ് വയറിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സർഫസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിലിണ്ടറിക്കൽ ക്ലോസ് സർഫസ് വേണം അസ്യൂം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ലോങ് ചാർജ്ഡ് വയറിന് ചുറ്റും ഒരു സിലിണ്ടറിക്കൽ ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തത്. ഇനി രണ്ടാമത്തത് ഒരു പരന്ന ഷീറ്റ് മൂലമുള്ള മണ്ഡലം. അതായത് ഒരു പരന്ന ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഒരു ഫീൽഡ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഗോസ് ലോ വെച്ച് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു? ആകെ ഫ്ലക്സ് ഇ എന്ന് പറയുന്നത് രണ്ട് അഗ്രതലങ്ങളിലെ ഫ്ലക്സ്. അതായത് ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏരിയയും കൺസിഡർ ചെയ്യണം. അപ്പൊ ഇ ഇൻറ്റു 2ds, 2ds കൺസിഡർ ചെയ്യണം. അതാണ് ഇ ഇൻറ്റു 2ds അല്ലെങ്കിൽ 2EDS എന്ന് പറയുന്നത്. ഈ 2EDS എന്താണ്? Q ബൈ എപ്സിലോൺ 0 ആണ്. ഇതാണ് ഗോസ് ലോ എന്ന് പറയുന്നത്. ഗോസ് ലോ പ്രകാരം ഇ ഇൻറ്റു 2ds Q ബൈ എപ്സിലോൺ 0 ആണ്. ഇനി 2EDS എന്ന് പറയുന്നത് ക്യൂവിനെ നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്തു. നേരത്തെ ഒരു ലൈൻ ആയിരുന്നു. അപ്പൊ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ലാംഡ എടുത്തിട്ട് ക്യൂവിനെ നമുക്ക് ലാംഡ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. എന്നാൽ ഇവിടെ നമുക്ക് യൂണിറ്റ് ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. യൂണിറ്റ് ഏരിയ ആണ്. നമ്മളൊരു ക്ലോസ് സർഫസ് അല്ലേ, രണ്ട് സൈഡിലുള്ള ഏരിയ കൺസിഡർ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ടോട്ടൽ ചാർജ് നമുക്ക് സിഗ്മ ഇൻറ്റു ds എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിഗ്മ ഇൻറ്റു ds, അതായത് യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ്, അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരുന്നു എന്നുണ്ടെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യൂ എന്നുള്ളതിന് പകരം സിഗ്മ ds എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ 2EDS എന്ന് പറയുന്നത് സിഗ്മ ds ബൈ എപ്സിലോൺ 0 എന്ന് വരും. അപ്പോൾ ഇ ഈക്വൽ ടു dsഉം dsഉം ക്യാൻസൽ ചെയ്ത് പോയാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതാണ് ഒരു പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒരു ലോങ് വയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇതൊരു പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചോദിക്കുക. ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഈ ഒരൊറ്റ പോയിന്റും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പൊള്ളയായ ഗോളം മൂലമുള്ള മണ്ഡലം, അല്ലെങ്കിൽ ഒരു ഹോളോ സ്ഫിയർ, ഉള്ളിൽ കാലിയാണ്, ഒരു സ്ഫിയർ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉള്ള ഒരു പൊള്ളയായ ഗോളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഹോളോ സ്ഫിയർ. അതിന്റെ സെന്ററിൽ ഉള്ളിൽ എന്തുണ്ട്? ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ആ ഒരു ചാർജ്, ഉള്ളിലുള്ള ഒരു ചാർജ് കാരണം ആ സ്ഫിയറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ ഇന്റഗ്രൽ EDS cos θ ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഇതാണ് എന്ത്? ഗോസ് ലോ പ്രകാരം നമുക്ക് ആ ഫൈ എന്ന് പറയുന്നതിനെ ഇന്റഗ്രൽ EDS cos θ ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ഇന്റഗ്രൽ E.ds എന്ന് എഴുതിയില്ലേ, അതിന് പകരം ഇന്റഗ്രൽ EDS cos θ എന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഗോസ് ലോ. അപ്പോൾ ഇ ഇൻറ്റു ഇന്റഗ്രൽ ds ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. കാരണം ഇയും dsഉം ഒരേ ദിശയിലാണ്. അപ്പൊ തീറ്റ 0 ആയിരിക്കും. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് 1 ആയിട്ട് വരും. അപ്പൊ വീണ്ടും ഇന്റഗ്രൽ ds ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 വരും. കാരണം ഈ സർഫസിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതേ ഡയറക്ഷനിലാണ് ഇയും വരുന്നത്. അതുകൊണ്ട് എന്താണ്? അവ തമ്മിലുള്ള തീറ്റ 0 ആയിരിക്കും. കോസ് 0 1 ആയിരിക്കും. അപ്പൊ ഇ ഇൻറ്റു ഇന്റഗ്രൽ ds ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഇനി ഈ ഒരു സ്ഫിയറിന്റെ കേസിൽ ഇന്റഗ്രൽ ds എന്തായിരിക്കും? സിലിണ്ടറിന്റെ കേസിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്കറിയാം 2 പൈ ആർ എൽ ആയിരുന്നു.
ഇനി സ്ഫിയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 4πr² ആണ് അല്ലെ. എന്താണ് 4πr² ആണ്. അപ്പോ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഉള്ളതിന് പകരം നമുക്ക് 4πr² ഈക്വൽ ടു ഇത് 4πr² ആണ് ഈക്വൽ ടു q/ε0 എന്ന് എഴുതാം. ഇനി ഇ ഈക്വൽ ടു 1/4πε0 q/r² എന്നുള്ളതിന് ഈ 4πr² ഇങ്ങോട്ട് വരുമ്പോൾ q/4πr²ε0 എന്ന് വരുമ്പോൾ നമുക്ക് 1/4πε0 q/r² എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം അല്ലെ. ഇവിടെ നോക്കൂ, നമ്മള് നേരത്തെ ഒരു ലൈന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ ലാംഡ എടുത്തു. എന്നിട്ട് ടോട്ടൽ ചാർജ് ലാംഡ ഇൻറ്റു എൽ, ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള ചാർജ് ആണ് ലാംഡ. അപ്പൊ ടോട്ടൽ ലെങ്ത്തിലുള്ള ലാംഡ എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് കിട്ടി. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ സിഗ്മ എടുത്തു. അപ്പൊ അവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ഇൻറ്റു ടോട്ടൽ ഏരിയ, അതായത് സിഗ്മ ഡി എസ് ആയിരുന്നു അവിടെയുള്ള ചാർജ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു വോളിയം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയുള്ള ക്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയത്തിലുള്ള പക്ഷെ ഇത് ഹോളോസ്ഫിയർ ആണ്. അപ്പൊ നമുക്ക് സിഗ്മ തന്നെ എടുത്താൽ മതി അല്ലെ. അപ്പം സിഗ്മ ഡി എസ് തന്നെ എടുത്താൽ മതി. ഇവിടെ ഹോളോസ്ഫിയർ ആണ്. അപ്പൊ നമ്മളൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തു ഡി എസ് എന്ന് പറയുന്നത്. എന്നിട്ട് ക്യൂ എന്നുള്ളതിനെ സിഗ്മ ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്യൂ എന്നുള്ളതിന് പകരം നമ്മൾ സിഗ്മ ഡി എസ് റെപ്രസെന്റ് ചെയ്യുക, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ സിഗ്മ നമ്മൾ ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു എ, ഡി എസ് എന്നതിന് പകരം ടോട്ടൽ ഏരിയ എന്നുള്ള രീതിയിൽ എ എടുത്തു. അതായത് യൂണിറ്റ് ഏരിയ മാത്രമല്ല ഫുൾ ഏരിയ എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ചാർജ് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ ഏരിയനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഇതും r² ആണ്. സിഗ്മ ഇൻറ്റു 4πr² എന്ന് വരും. അപ്പൊ ക്യൂ എന്നുള്ളതിന് പകരം സിഗ്മ ഡി എസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി, കഴിഞ്ഞ കേസിൽ എഴുതി. ഇവിടെ ഈ ഡി എസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയ ആണ്. ഈ കേസിൽ നമ്മൾ മൊത്തം ഏരിയ കൺസിഡർ ചെയ്തു. അതുകൊണ്ട് ഡി എസ് എന്നതിന് പകരം ഒരു ഹോളോസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കൺസിഡർ ചെയ്തു. ഹോളോസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr² ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 1/4πε0 ക്യൂ എന്നുള്ളതിന് പകരം സിഗ്മ 4πr² ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഈ 4π ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? സിഗ്മ r²/ε0 r² എന്ന് വരും. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടുത്തെ കേസിലും നമ്മൾ എന്താ എടുക്കുന്നത്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു q/ε0. ഇവിടെ ഹോളോസ്ഫിയർ ആണ്, അത് ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പൊ നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു q/ε0 ആണ്. ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റു 4πr² ആണ് q/ε0. അപ്പോൾ ഇ ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πr²ε0 എന്ന് വരും. ഇനി ക്യൂവിനെ വേണം, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇത്ര എഴുതി നിർത്തിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ക്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സിഗ്മ ഇൻറ്റു ഡി എസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയ ആണ്. ഹോളോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതും എന്ത് തന്നെയാണ്? 4πr² ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? സിഗ്മ 4πr² ഡിവൈഡഡ് ബൈ 4πr²ε0. ഈ 4πr²ഉം 4πr² ക്യാൻസൽ ചെയ്ത് പോയാൽ സിഗ്മ/ε0 എന്ന് വരും. മനസ്സിലായോ? ഇതാണ് ഒരു ഹോളോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളമുള്ള എന്ത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, സിഗ്മ/ε0. ഇനി ഇത് സർഫസിലുള്ള കേസാണ്. ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ഉള്ളിലാണെന്നുണ്ടെങ്കിലോ, ഈ ഗോളത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇവിടെ ഗോളത്തിനുള്ളിലുള്ള പി എന്ന ബിന്ദുവിലെ മണ്ഡലമാണ് കാണേണ്ടത്. ഇവിടെ ഗോസിയൻ പ്രതലം ഒരു വൈദ്യുത ചാർജും ഉൾക്കൊള്ളുന്നില്ല അല്ലെ. കാരണം ഉള്ളിലല്ലേ, അത് ക്ലോസ്ഡ് ഫിഗർ അല്ല. അപ്പൊ നമ്മൾ ഗോസ് ലോ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഗോസ് നിയമപ്രകാരം ഇവിടെ ഉള്ളിലുള്ള ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അപ്പൊ 1/4πε0
0/r² എടുക്കേണ്ടി വരും. അതായത് E = 0 ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബാക്കി കോൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഗോളത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സർഫസിലുണ്ട്, അത് σ/ε0 ആണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഉള്ളില് E = 0 ആയിരിക്കും. ഒരു ഗോളത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാറിന്റെ ഉള്ളിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. കാറ് ഗ്ലാസ് ഒക്കെ കയറ്റി ഉള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം ആ എല്ലാ ഗ്ലാസ്സും ഒക്കെ അടച്ച് നമ്മൾ കാറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയി അല്ലെ, ഒരു ക്ലോസ്ഡ് ക്ലോസ്ഡ് സിസ്റ്റം ആയി അല്ലെ. അപ്പൊ ആ ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 0 ആയിരിക്കും. അതുകൊണ്ട് പുറത്ത് എന്ത് ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാർജ് അറ്റ് എ ടൈം ഭയങ്കരമായിട്ടുള്ള ചാർജ് ഫ്ലോ ആണ് ഈ ഇടിമിന്നൽ അല്ലെങ്കിൽ ഇടി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ പുറത്ത് എത്ര വലിയ ചാർജ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലോസ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എന്താണ്? ചാർജും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാറിന്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോസ് ഫിഗറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എപ്പോഴും ക്ലോസ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് സേഫ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ഗോസ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്നാലും ക്ലാസ് കണ്ടതിന് ശേഷം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഡൗട്ടുകൾ തീർത്തിട്ട് തന്നെ പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ട് ഡൗട്ട് തീരുന്നില്ലെങ്കിൽ എന്തായാലും ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക, എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.